ഞാൻ പൊതു ഒരു അഭിപ്രായം പറഞ്ഞു. എന്റെ സ്വന്തം അഭിപ്രായം. ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. അപ്പൊ അവരുടെ ചിലരുടെ അഭിപ്രായത്തില് അവർക്ക് കറുത്ത പയ്യൻ കളിച്ചാലും പെണ്ണ് കളിച്ചാലും അവർക്ക് വിരോധമില്ലെങ്കിൽ അവർ കൊണ്ടുനടന്നോട്ടെ. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞ. വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് ചാനൽ റിപ്പോർട്ടർ? ഒരു വിരോധമില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എടുത്തോണ്ടോ? ഇല്ല. അയാളുടെ ചുവടുകൾ അയാൾ കാല് കവച്ചു വെക്കുന്നു. അയ്യോ എന്റെ റിപ്പോർട്ടറെ, അയാൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ അത് അറിയുന്നേ? ഏതോ ഒരാളെന്ന് വിചാരിച്ചോളൂ. ഞാൻ ആരും പേര് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുത്തി ചോദിക്കണതിന് ഇപ്പത്തെ കാര്യം? എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോ പിന്നെ അതിൽ ക്വസ്റ്റ്യൻ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നതിനാ? ഒരു കുറ്റബോധമല്ല. ഞാൻ ഇനിയും പറയും. വ്യത്യാസം കാണിക്കുന്നതും നിറവ്യത്യാസം കാണിക്കുന്നതും ഒരു കലാകാരിക്ക് ചേരുന്നതാണോ? പിന്നെന്താ ചേരാത്ത? എന്താ ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ജേർണലിസ്റ്റ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലല്ല ഇത്. ഇതിന് അത്യാവശ്യം സൗന്ദര്യം കുറച്ച് കാര്യങ്ങളും ഇതിനകത്തൊക്കെ വേണം. അല്ല ഞാൻ ചോദിക്കട്ടെ, വിജയനോത്സവ ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പേപ്പറിനകത്ത് സൗന്ദര്യം എന്നുള്ള കോളം എടുത്തുകളെ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പൊ മാഡം വെളുത്തവർക്ക് മാത്രമേ സൗന്ദര്യത്തിന് മാർക്ക് കൊടുത്തുള്ളൂ എടുക്കാൻ പറ്റുമോ? എത്രയോ സ്ഥലത്ത് സൗന്ദര്യം ഇല്ലാത്ത കുട്ടിക്ക് കൊടുത്തിട്ട് ഞാൻ ഗാന്ധിജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് മോനേട്ടം കൊടുത്തിട്ട് എന്റെ അടുക്ക വന്ന് ചോദിച്ചു ആ കുട്ടിക്ക് എന്ത് സൗന്ദര്യം എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. കറുത്തതല്ല എന്നുള്ളത് ഞാൻ എന്റെ ഭർത്താവും ഞാനും കൂടെ തീരുമാനിക്കല്ല. നിങ്ങൾ തീരുമാനിക്കണ്ട. അല്ല എന്റെ കുട്ടീനെ ചാരിത്രം നോക്കാൻ വന്നത്. പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞു. മോൾ മത്സരത്തിന് പോണ്ട, ഒരു തൊഴിൽ പഠിച്ച് നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോ പ്രശ്നമില്ല. മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്. സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മാർക്ക് ഇടുന്നില്ല.